പ്രിയ ദേശനിവാസികളെ, നോക്കുവിൻ, നമ്മളെല്ലാവരും മനുഷ്യരാകുന്നു. എന്നും കണ്ണുനീരുണ്ട് കഴിയുന്ന ജനം. ഒരുപക്ഷെ നമ്മൾ ക്രിസ്തീയ മതത്തിലോ ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിലോ ഒക്കെയും ജനിച്ചവരായിരിക്കാം. നമ്മൾ ജനിച്ച നാൾ മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ, നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്ന, പൂർവ്വ പിതാക്കന്മാരുടെ കാലം മുതൽ അനുഭവിച്ചു വന്ന മതാചാരങ്ങൾക്ക് നമ്മൾ അനുസരണയോടുകൂടി എല്ലാം ചെയ്തിട്ടുള്ളവരുമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ നമ്മുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ കേട്ടതുപോലെ ഈ ലോകം അല്ലെങ്കിൽ ഈ ഭൂമി നമുക്ക് ശാശ്വതവുമല്ല. ഈ ഭൂമി എത്ര നാൾ നിലനിന്നാലും നമുക്കൊന്നും കിട്ടുവാനുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായിട്ട് നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ടു പോകേണ്ടവരുമാണ്. അപ്പോൾ യഥാർത്ഥമായിട്ടും ഈ ഭൂമിയിലുള്ള 60, 70, 80 വർഷത്തുള്ള ജീവിതം കൊണ്ട് നാം ഒന്നും നേടുന്നതുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ നമ്മൾ ദുഃഖിതരാണ്. നമ്മൾ മരണവേദനയിലാണ്, മരണഭയത്തിലാണ്. അനേക കഷ്ടങ്ങളും രോഗങ്ങളും നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നു. എവിടെയും നമ്മൾ ദുഃഖത്തിൻ്റെ കാലൊടി വെച്ച, അല്ലെങ്കിൽ എന്താണ്, ദുഃഖസാഗരത്തിൽ മുങ്ങിത്താഴുന്ന അനുഭവങ്ങൾ, നാളെ പറ്റിയുള്ള ഭാരങ്ങൾ, മരണഭീതികൾ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിചാരങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, നമ്മളെ സ്നേഹിക്കുവാൻ ആരുമില്ലെന്നുള്ള കഠിനമായിരിക്കുന്ന ദുഃഖങ്ങൾ, ഇങ്ങനെ എണ്ണമില്ലാത്ത ദുഃഖങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെ സ്നേഹിക്കേണ്ട വ്യക്തി നമ്മളെ സ്നേഹിക്കാതെ മുഖം തിരിഞ്ഞ് കടന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിരാശയുണ്ട്. നമ്മളെ സ്നേഹിക്കേണ്ടവർ നമുക്കെതിരെ തിരിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഠിനമായിരിക്കുന്ന ഒരു ഹൃദയവ്യഥയുണ്ട്. നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നിരാശകൾ വേറെയാണ്. എന്നിരുന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതഭക്തിക്ക് ഒട്ടും കുറവ് നമ്മൾ വരുത്താറുമില്ല. എന്നാൽ ഞങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം? യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമുക്കൊരു സ്ഥിരവാസമുണ്ടോ? എല്ലാ ജാതി മതസ്ഥരോടും ഞങ്ങൾ പറയുന്നു, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇന്നലെ ജനിക്കുകയും നാളെ മരിച്ചു പോവുകയും ചെയ്യുന്ന വെറും പുഴുതുല്യമായിരിക്കുന്ന ആയുസ്സുള്ള മനുഷ്യർ. യഥാർത്ഥമായിട്ടും ഈ ബോധം നമ്മൾ നഷ്ടപ്പെട്ട് പലപ്പോഴും നമ്മൾ ക്രിസ്ത്യാനിയാണെന്നും ഹിന്ദുവാണെന്നും മുസ്ലിം ആണെന്നും ഒക്കെയുള്ള ചിന്തയിൽ തമ്മിൽ സംശയങ്ങളോടെ വീക്ഷിക്കുന്നവരും, തമ്മിൽ എന്താണ് കുറ്റം വിധിക്കുന്നവരും, തമ്മിൽ മതത്തിൻ്റെ പേരിൽ പറഞ്ഞെന്താണ് ദൂഷിക്കുന്നവരുമാണ്. എന്നാൽ നോക്ക് പ്രിയരെ, ഇതിനകത്തെ വഞ്ചന നിങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേൾപ്പിൻ. ഞങ്ങൾ വളരെ കൃത്യതയോടെ സംസാരിക്കുന്നവരാണ്. എന്നാൽ നോക്ക് പ്രിയരെ, നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ വേദനകളെ അകറ്റുവാൻ നമ്മുടേതായിരിക്കുന്ന വിശ്വാസങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ചിലരെന്താണ്, പല രാഷ്ട്രീയ പാർട്ടികളുടെ തണലിൽ നിന്നുകൊണ്ട് ഏതോ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് കുടുംബം പോലും നോക്കാതെ അവൻ തെരുവോരങ്ങളിൽ മറ്റുള്ളവരെ തല്ലുന്നു. പക്ഷെ അവൻ എന്തു നേടി? ഒന്നും നേടിയിട്ടില്ല. ദുഃഖവും കണ്ണുനീരും മാത്രം അവൻ്റെ ജീവിതത്തിലുള്ളൂ. ഇങ്ങനെ എല്ലാ മനുഷ്യരും രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും നമ്മൾ കടന്നു പോകുന്നുവെങ്കിലും വേദനയ്ക്ക് പരിഹാരം വരുത്തുവാനോ ആശ്വാസം നൽകി തരുവാനോ കഴിയുന്ന ഒരു വിശ്വാസം എന്തെന്ന് കണ്ടെത്തുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. ആകയാൽ നോക്ക് പ്രിയരെ, നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ സംസാരിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്കൊരു സ്ഥിരവാസം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ മരിക്കരുതായിരുന്നു. നമ്മൾ ഏത് കുലത്തിൽ ജനിച്ചാലും ഏത് മതത്തിൽ ജനിച്ചാലും നമ്മൾ എത്ര ഉന്നതനായിട്ട് ജീവിച്ചാലും എത്ര വലിയ നേതാവായാലും പുരോഹിതനായാലും മരണം വഴി അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഒരു ദിവസം മാഞ്ഞു പോവുകയാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥിരവാസമില്ല. അങ്ങനെയാണെങ്കിൽ സ്ഥിരമായിരിക്കുന്ന ഒരു വാസം എവിടെയാണ്, എപ്പോഴാണ്? അത് മരിച്ചതിന് ശേഷമാണ്. കാരണം ദൈവം വിശുദ്ധനാണ്, അവൻ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം മനുഷ്യൻ മരിച്ചതിന് ശേഷം ജീവിക്കുമോ എന്നൊരു ചോദ്യത്തിന് മുമ്പിൽ നിശ്ചയമായിട്ടും ജീവിക്കും. എന്നാൽ മരിച്ചതിന് ശേഷം നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നിത്യമായിരിക്കുന്ന സ്വർഗത്തിൽ നിത്യമായിരിക്കുന്ന പിതാവായ ദൈവത്തിനോട് കൂടെയാണോ, അതോ അഗ്നി നരകത്തിലേക്കാണോ മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ശോധന ചെയ്യുന്നത് നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം വിശുദ്ധനും മനുഷ്യൻ പാപിയുമാണ്. പാപത്തോടു കൂടിയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും വിശുദ്ധനായിരിക്കുന്ന ദൈവത്തോടു കൂടെ ജീവിക്കാൻ കഴിയത്തില്ല. നമ്മൾ പാപിയായിട്ടാണ് ഏത് ജാതി മതസ്ഥരായാലും ശരി മരിക്കുമ്പോൾ പാപമോചനം ലഭിച്ചിട്ടില്ല എങ്കിൽ നരകാഗ്നി മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ പ്രിയരെ. ആകയാൽ എല്ലാ ജാതി മതസ്ഥരും അല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമെന്ന് ഉറപ്പുള്ള എല്ലാവരും ഞങ്ങളുടെ വാക്ക് കേൾക്കണമേ. എൻ്റെ പേര് വിജയഗോപാലൻ എന്നാണ്. ഞാൻ റാന്നി സ്വദേശിയാണ്. റാന്നിയിൽ നിന്നും ഈ കൊല്ലം ജില്ലയുടെ ചിതറ ദേശത്ത് ഞങ്ങൾ വന്ന് യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ നാമം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ക്രിസ്ത്യാനികൾക്കുള്ളതാണോ? അല്ല.
ക്രിസ്തീയ മതവിശ്വാസികൾക്ക് യേശുക്രിസ്തുവിനെ അറിയാമോ? ഒട്ടുമേ അറിയത്തില്ല. ക്രിസ്തീയ മതപുരോഹിതന്മാർക്ക് യേശുക്രിസ്തുള്ള പാപമോചനം ഗ്രഹിപ്പാൻ കഴിഞ്ഞുവോ? അല്പം പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ആരുടേതാണ്? പ്രിയരെ, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ഏക ദൈവമേ ഉള്ളൂ. ആ ഏക ദൈവമായിരിക്കുന്ന ക്രിസ്തുവിനെ, അല്ലെങ്കിൽ ദൈവത്തെ നാം ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്നാൽ തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനെ അറിഞ്ഞവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള വചനത്തെ ആസ്പദമാക്കി ഞങ്ങൾ അല്പനേരം സംസാരിക്കുമ്പോൾ നോക്കുവിൻ, ഞങ്ങൾ ആരോടും അനുകൂലമായിട്ടുമല്ല, ആരോടും പ്രതികൂലമായിട്ടുമല്ല. ആകയാൽ നോക്ക് പ്രിയരെ, നമ്മുടെ എല്ലാവരുടെയും വേദന തുല്യമാണ് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ എല്ലാവരുടെയും വേദന തുല്യമാണ്. ഹിന്ദുക്കളുടെ വേദനയും ക്രിസ്ത്യാനികളുടെ വേദനയും മുസ്ലിങ്ങളുടെ വേദനയും തുല്യമാണ്. നമ്മുടെ ഇച്ഛാഭംഗങ്ങളും തുല്യമാണ്. നമ്മുടെ രോഗങ്ങളും തുല്യമാണ്. എന്നാൽ നമ്മുടെ വിശ്വാസം വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ വേദനകളെ നീക്കുവാൻ ഒരു വിശ്വാസത്തിനും കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും മരണഭീതി തുല്യവുമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുവോ ഇത് ക്രിസ്തീയ മതവുമായിട്ട് ബന്ധമുണ്ടെന്ന്? ഇല്ല. ഏതെങ്കിലും മതമായിട്ട് ചേർന്നാണ് ദൈവം ഉള്ളതെങ്കിൽ ആ ദൈവം ദൈവമാകുന്നത് എങ്ങനെ? ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ആ ദൈവം സകല ജഡത്തിൻ്റെയും ദൈവമല്ലയോ? എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്? ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയുന്നു, എങ്ങോട്ട് തിരിഞ്ഞാലും ദുഃഖവും കണ്ണുനീരും മാത്രമേ ഉള്ളൂ. ആക്സിഡന്റുകൾ, കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ഡൈവോഴ്സുകൾ, പിന്നെന്താണ് യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ എന്ന് വേണ്ട ലോകം മുഴുവനും കഷ്ടത്തിലും സങ്കടത്തിലും കൂടിയാണ് കടന്നു പോകുന്നത്. ലോകത്തിന്റെ കാര്യം വിട്ടാട്ട് നിന്റെ സ്വന്തം കാര്യം എടുത്തു കഴിഞ്ഞാലോ, ഓർമ്മ വെച്ച നാൾ മുതൽ നീ അനുഭവിക്കുന്ന വേദനകൾ, ഓർമ്മ വെച്ച നാൾ മുതൽ നീ അനുഭവിക്കുന്ന കഠിനമായിരിക്കുന്ന ഭയങ്ങൾ, ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ മരണഭീതികൾ, കഠിനമായിരിക്കുന്ന ദുഃഖങ്ങൾ, അല്ലെങ്കിൽ രോഗപീഠകൾ, കടബാധ്യതകൾ, നീയും ജനിച്ച നാൾ മുതൽ ഇന്നേ വരെ അനുഭവിച്ച കണ്ണുനീര് എത്രമാത്രം വലുതാണ്. പുറമെ നീ മറ്റുള്ളവരെ നോക്കി ഹൃദ്യമായിട്ട് ചിരിക്കുന്നു. പുറമെ നീ മറ്റുള്ളവരുടെ മുമ്പിൽ നീ മാത്രമാണ് നല്ലവനെന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ എല്ലാം കുറ്റം വിധിച്ച് സംസാരിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവനെ, നിന്റെ ഏകാന്തതയിൽ നീ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നാളെ പറ്റിയുള്ള വിചാരങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിചാരങ്ങൾ, എണ്ണമില്ലാത്ത ദുഃഖത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ആശ്വാസത്തിന്റെ വാക്ക് കേൾപ്പാൻ നിങ്ങൾ ആരെങ്കിലും കൊതിക്കുന്നുണ്ടോ? ദൈവത്തിൽ നിന്നുള്ള ആശ്രയത്വം കണ്ടെത്തുവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരും അല്പനേരം കേട്ടുകൊള്ളുവിന്. മരണമുള്ള എല്ലാവരും ഞങ്ങളുടെ വാക്കുകളെ കേട്ടുകൊള്ളും. പ്രിയരെ, ഞങ്ങൾ ഈ ചിതറദേശത്ത് വന്ന് പ്രസംഗിച്ചത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ചിതറ പഞ്ചായത്തിൽ പോയി നീ എന്നെ പ്രസംഗിക്കുകയെന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന പാപമോചകനായിരിക്കുന്ന കർത്താവ് ഒരു സ്വപ്നത്തിൽ ഞങ്ങൾക്ക് ദർശനം തന്നത് വഴി ചിതറദേശം കണ്ടെത്തി ഈ ചിതറദേശത്തിലുള്ള സകല ജനങ്ങളോടും യേശുക്രിസ്തുവിലുള്ള പാപമോചനവും ദൈവത്തിലേക്കുള്ള ഏക വഴി ഞങ്ങൾ ഘോഷിക്കുന്നു. വിശ്വസിക്കുവാൻ മനസ്സുള്ളവർക്ക് വിശ്വസിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. എന്നിരുന്നാലും ദൈവം ഞങ്ങളെ അയച്ചത് വഴി ഞങ്ങളുടെ അധികാരത്തോടെ നിങ്ങളോടുള്ള സ്നേഹത്തോടെ സംസാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നിങ്ങളോട് പ്രസംഗിക്കുന്നവർ യഥാർത്ഥമായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നു. ആകയാൽ നോക്കുവിന്, മതം എങ്ങനെയാണ് ഉണ്ടായത്? മതത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ദൈവം ആരാണ്? നമ്മുടെ പാപത്തിന്റെ ഉറവിടം എന്താണ്? നമ്മുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ്? ഇത്യാദി കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുമ്പോൾ നമുക്ക് പ്രിയരെ, ഞാൻ പറഞ്ഞുവല്ലോ, ഭൂമി മുഴുവനും കഷ്ടത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് പ്രത്യാശിപ്പാൻ ഒന്നുമില്ല. നാളെ എന്ത് സംഭവിക്കുന്നുള്ള ഭീതിയിലാണ് എല്ലാവരും. എന്നാൽ പ്രിയരെ, ഇതിന്റെ എല്ലാം കാരണം എന്താണ്? ഈ ഭൂമി ഇങ്ങനെ ദുഃഖം കൊണ്ട് നിറയുവാനും അനേക ജാതി മതസ്ഥരായിട്ട് ജനങ്ങൾ പിരിഞ്ഞ് തമ്മിൽ തല്ലി ചാകുവാനുമുള്ള കാര്യം എന്താണ്? ഇതിനൊരു പരിഹാരമില്ലേ? ഭൂമിയിലെ കഷ്ടങ്ങൾക്കൊരു മാറ്റമില്ലേ? എല്ലാത്തിനും ഒരു രൂപാന്തരമില്ലേ? ഉണ്ട് പ്രിയരെ, കേട്ടുകൊള്ളുവിൻ. മനുഷ്യജാതികളുടെ യഥാർത്ഥമായിരിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾ പറയുവാൻ പോകുന്നത്. യഥാർത്ഥമായിട്ടും ഈ ഭൂമിയിൽ നമ്മൾ പലപ്പോഴും ദുഃഖത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഒരു ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഠിനമായിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്? ജനിച്ച നാൾ മുതൽ ഞാൻ ഇങ്ങനെ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, ഒരു യുദ്ധം കഴിയുമ്പോൾ 10,000 ബാല്യങ്ങൾ അനാഥമായിട്ട് തെരുവോരങ്ങൾ അലയേണ്ടി വരുമ്പോൾ നമ്മൾ ചോദിക്കും, ഒരു ദൈവമുണ്ടോ? ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് സകല മനുഷ്യരുടെയും ഒരു ചോദ്യമാണ്. എന്നാൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കഷ്ടനഷ്ടങ്ങളിലും അതിനെല്ലാം ഉത്തരവാദി ദൈവമാണെന്ന് നമ്മൾ പറയും. കൊറോണ വരുത്തിയത് ദൈവമാണ്, ഇവിടെ ആക്സിഡന്റ് വരുത്തിയത് ദൈവമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നാശത്തിന്റെ എല്ലാം ഉത്തരവാദി ദൈവമാണ് എന്ന് നമ്മൾ അങ്ങ് പറയുകയാണ്. എന്നാൽ ദൈവം അങ്ങനെ നാശം ചെയ്യുന്നവനാണോ? അല്ല പ്രിയരെ, ദൈവം പിതാവാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കുവിന്, നിന്റെ പിതാവ് ഒരു മദ്യപാനിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന നീ, അല്ലെങ്കിൽ ആ വ്യക്തി കണ്ണുനീരോടെ ഒരു കുഞ്ഞു ജീവി
ജീവിക്കുന്നത് പിതാവിന് ഇഷ്ടമല്ല. മനുഷ്യരായിരിക്കുന്ന പിതാക്കന്മാർ പോലും തൻ്റെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം സകല മനുഷ്യരും സന്തോഷമുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് സാധ്യമായില്ല. അതിന് ദൈവം ഉത്തരവാദിയുമല്ല. കേട്ടുകൊള്ളുവിൻ, എല്ലാവരും അല്പനേരം കേട്ടുകൊള്ളണമേ. എന്താണ് മനുഷ്യൻ്റെ പ്രശ്നം? പരിഹാരം എന്താണ്? ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ആരും സ്വയമായിട്ട് ഉണ്ടായി വന്നവരുമല്ല. പിന്നെ എങ്ങനെയാണ് 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഒരു പ്രതിമയുണ്ടാക്കി അതിൽ ദൈവം തൻ്റെ ജീവശ്വാസം ഊതിയപ്പോൾ ഉളവായി വന്ന ഒരു വ്യക്തിയുണ്ട്, ജീവനുള്ള ഒരു മനുഷ്യനുണ്ട്.